ഹായ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റി ബർ. ചക്കപ്പഴം കൊണ്ട് നമ്മൾ വളരെ ഏറെ റെസിപ്പികളിലൊക്കെ തയ്യാറാക്കാറുണ്ട്. ഇന്ന് നമുക്ക് ചക്കപ്പഴം കൊണ്ട് ഒരു അടിപൊളി കേക്ക് തയ്യാറാക്കിയാലോ? ഓവനോ ബീറ്ററോ അല്ലെങ്കിൽ മുട്ടയോ ഒന്നും യൂസ് ചെയ്യാണ്ട് തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈ ഒരു ചക്കപ്പഴം കേക്ക് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. നമ്മൾ വളരെ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലോട്ട് ശർക്കരയാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പം ഇത്രയ്ക്ക് സോഫ്റ്റും ഹെൽത്തി ആയിട്ടുള്ളൊരു ഈ ഒരു ചക്കപ്പഴം കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുള്ളൂ കേട്ടോ. കണ്ടതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പം നമ്മുടെ ഈ ഒരു കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലോട്ട് നമുക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 1/2 കപ്പ് തൈര് ചേർക്കാം. തൈര് ചേർത്തതിന് ശേഷം ഇതിലോട്ടൊരു 1/4 കപ്പ് നമുക്ക് ഓയിൽ ചേർക്കാം. സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് നമ്മൾ പഞ്ചസാരയുടെ പകരം ശർക്കരയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് മധുരം അധികം വേണ്ടാത്തൊരു ചക്കപ്പഴം യൂസ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഒരു 1/4 കപ്പ് ശർക്കരയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നോക്കിക്കോളൂ, ആ ഒരു ടെക്സ്ചർ തന്നെ നല്ല ഫ്ലഫി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്ട്രെയിനർ എടുക്കാം. ആ സ്ട്രെയിനർ ഒന്ന് വെച്ചതിന് ശേഷം നമുക്കിതിലോട്ട് 1/2 കപ്പ് മൈദപ്പൊടി ചേർക്കാം. മൈദപ്പൊടി നമുക്ക് ഇതിലോട്ട് ചേർത്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടെ ആഡ് ചെയ്യാം. ഈ വക എല്ലാം നന്നായിട്ടൊന്ന് തെള്ളിയെടുക്കാം. നന്നായിട്ടൊന്ന് തെള്ളിയെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇത് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ലൈറ്റായിട്ട് ഒന്ന് എല്ലാം യോജിച്ച് വരുന്ന രീതിയിൽ ഒന്ന് മിക്സായി വെച്ചേക്കാം. ഏകദേശം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ മിക്സി ജാറിലോട്ട് ചെറുതായിട്ട് ഞുറുക്കി വെച്ച ചക്കപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട്. ലിറ്റിട്ട് ക്ലോസ് ചെയ്ത് നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. നോക്കിക്കോളൂ, നന്നായിട്ടൊരു ഫൈൻ പേസ്റ്റാക്കി നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചക്കപ്പഴത്തിൻ്റെ മിക്സിലും നമ്മുടെ കേക്കിൻ്റെ ആ ഒരു ബാറ്ററിലോട്ട് നമുക്ക് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇച്ചിരി ടൈറ്റായിട്ടുള്ള ടെക്സ്ചറാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാനൊരു 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണ് പാൽ നമുക്ക് ആ ഒരു ബാറ്ററിലോട്ട് ആഡ് ചെയ്യാം. ബാറ്ററിലോട്ട് പാൽ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നോക്കിക്കോളൂ, ഈ ഒരു കൺസിസ്റ്റൻസിലാണ് നമ്മുടെ ബാറ്റർ റെഡിയായി കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നോക്കിക്കോളൂ, ഞാൻ ഓൾറെഡി ഒരു കേക്ക് ടിന്നിൽ ഓയിൽ ഗ്രീസ് ചെയ്തതിന് ശേഷം കുറച്ച് മൈദപ്പൊടി ഒന്ന് തൂകിയിട്ട് എല്ലാം സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലോട്ട് കുറച്ച് കാഷ്യൂ നട്ട്സ് ടീസ്പൂണ് നമ്മുടെ മൈദപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കാഷ്യൂ നട്ട്സിൻ്റെ മിക്സർ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിലോട്ട് ആഡ് ചെയ്ത് സ്പാച്ചുല വെച്ച് നന്നായിട്ടൊന്ന് കട്ട് ആൻഡ് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് കട്ട് ആൻഡ് ഫോൾഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് മുന്നേ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കേക്ക് ടിന്ന് നമുക്ക് എടുക്കാം. ആ കേക്ക് ടിന്നിലോട്ട് നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ ബാറ്റർ ഒന്ന് ഒഴിച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് ഒഴിച്ചതിന് ശേഷം നമ്മൾ കേക്ക് ടിന്ന് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുക. ഇതുപോലെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് ടാപ്പ് ചെയ്യുമ്പോഴത്തേക്കിന് നന്നായിട്ടൊന്ന് ലെവലായി കിട്ടും. ടാപ്പ് ചെയ്യുന്നത് നമ്മുടെ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് റിലീസായി പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടാപ്പ് ചെയ്തെടുക്കുന്നത്. നന്നായിട്ട് ടാപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ കേക്ക് ഒന്ന് ഡെക്കറേഷൻ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കാഷ്യൂ നട്ട്സ് സ്പ്ലിറ്റ് ഔട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഒന്ന് ചെയ്തതിന് ശേഷം നമുക്ക് കേക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ഓവൻ സെറ്റപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷം ഒരു വലിയ വെസലിലോട്ട് അടിയിൽ കുറച്ച് ഉപ്പ് ലെയർ വെച്ചിട്ട് റിങ് വെച്ചിട്ടുണ്ട്. ഇത് ഓൾറെഡി ഞാൻ പല കേക്കിൻ്റെ റെസിപ്പിയിലോട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ കേക്ക് ടിൻ ഇതിലോട്ട് ഒന്ന് ഇറക്കി വെച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റിന് ശേഷം ലോ ഫ്ലെയിമിലോട്ട് ആക്കിയതിന് ശേഷം ഒരു 40 to 45 മിനിറ്റ്സ് നമുക്ക് കേക്ക് നന്നായിട്ടൊന്ന് ബേക്ക് ആവാൻ വേണ്ടിയിട്ട് വെക്കാം. കേക്ക് ടിന്ന് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം അതിൻ്റെ മേലിലോട്ട് ഒരു ഭാരമുള്ള എന്തെങ്കിലും കാര്യം വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ബേക്ക് ചെയ്യാൻ വെക്കാം. എയർ ഇൻസേർട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ വെയിറ്റ് കൊടുക്കുന്നത്. ഇനി ഒരു 45 മിനിറ്റ്സിന് ശേഷം കാണാം. 45 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. മുകളിലത്തെ ഭാരം ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് ലിഡ് ഓപ്പൺ ചെയ്ത് നമ്മുടെ കേക്ക് ഒന്ന് ബേക്കായാൽ നമുക്ക് നോക്കാം. നോക്കിക്കോളൂ, നന്നായിട്ട് ഒന്ന് ബേക്കായി വന്നിട്ടുണ്ട്. ഒരു ടൂത്ത് പിക്ക് നമുക്ക് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കിക്കൊള്ളുന്ന ക്ലിയർ ആയിട്ട് തന്നെ നമ്മുടെ ടൂത്ത് പിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. കേക്ക് പെർഫെക്റ്റ്ലി ബേക്കായിട്ടുണ്ട്. നമുക്ക് കേക്ക് ടിന്ന് ഒന്ന് പുറത്തോട്ട് എടുക്കാം. പുറത്തോട്ട് നമ്മുടെ കേക്ക് ടിന്ന് ഒന്ന് എടുത്തതിന് ശേഷം നമുക്ക് ഇത് ജസ്റ്റ് നന്നായിട്ടൊന്ന് കൂളായതിന് ശേഷം നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. നല്ല സ്പഞ്ചി ആയിട്ട് റെഡി ആയിട്ടുണ്ട്. കേക്ക് ടിന്ന് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് ഇവിടെ തണുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഡീമോൾഡ് ചെയ്യാൻ ഒരു നൈഫ് എടുക്കുക. നൈഫ് എടുത്തതിന് ശേഷം സൈഡ്സ് ഒന്ന് റിലീസ് ചെയ്ത് കൊടുക്കാം. സൈഡ്സ് റിലീസ് ചെയ്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലോട്ട് ഒന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം.
ഇതുപോലെ ഒന്ന് കമത്തി വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. കേക്ക് നന്നായിട്ടൊന്ന് റിലീസ് ആയി കിട്ടും. നോക്കിക്കൊള്ളു, നല്ല സൂപ്പർ സോഫ്റ്റ് ചക്കപ്പഴം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയാണ്. കാരണം നമ്മൾ ഇതിലോട്ട് പഞ്ചസാരയൊന്നും യൂസ് ചെയ്യാതെ നമ്മൾ സാധാരണ രീതിയിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈസി വേയിൽ തയ്യാറാക്കാൻ പറ്റിയ രീതിയിലാണ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ. നോക്കിക്കോളൂ, ഈ നൈഫ് തന്നെ നല്ല സോഫ്റ്റായിട്ട് ഇൻസേർട്ടായി വരുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്ത് സ്പഞ്ചി ആയിട്ടാണ് നമ്മുടെ ഈ ഒരു കേക്ക് റെഡി ആയിരിക്കുന്നത്. നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നോക്കിക്കോളൂ, നല്ല സോഫ്റ്റ് ആൻഡ് സ്പഞ്ചി ആയിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് വായിൽ ഇട്ട് ഇപ്പം തന്നെ കഴിക്കാൻ തോന്നും. അത്രയ്ക്ക് സോഫ്റ്റ് മോയ്സ്റ്റ് ടെക്സ്ചറാണ് നമ്മുടെ ഈ ഒരു കേക്ക് റെഡി ആയിരിക്കുന്നത്. അപ്പോൾ സൂപ്പർ ടേസ്റ്റി, വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഈ ഒരു ചക്കപ്പഴത്തിൻ്റെ കേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് തന്നെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത റെസിപ്പി വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.